ഒരു ബ്രാൻഡ് ന്യൂ ലക്ഷറി കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. 3 ദിവസം മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് GST വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. GST 2.0 കൊണ്ട് നമ്മുടെ ലക്ഷറി കാർസിന്റെ പ്രൈസിൽ ആദ്യം നമ്മൾ കരുതിയത് വലിയൊരു ഹൈക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 2.0 ആക്ച്വലി സെസ് അവർ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ വലിയൊരു കുറവാണ് പ്രൈസിൽ വരാൻ പോകുന്നത്. 28% സ്ലാബിനെ അവർ 40%ലേക്ക് റീഫോം ചെയ്തെടുത്തു തരും. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് വില കൂടുതലാണ്, പക്ഷെ അത് ഇന്റർപ്രറ്റ് ചെയ്ത് വന്നേരം മുമ്പുണ്ടായിരുന്ന കോമ്പൻസേഷൻ സെസ്സിനെ അവർ എടുത്തു കളയും. അതായത് അറൗണ്ട് 22% മുമ്പ് കോമ്പൻസേഷൻ സെസ് വാങ്ങലുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു 50% റേഞ്ച് ആയിരുന്നു ലക്ഷറി കാർസിന്റെ GST വന്നിരുന്നത്. അതിപ്പോൾ ശരിക്കും 40%ലേക്കായി ഗവൺമെന്റ് കോമ്പൻസേഷൻ സെസ് എടുത്തു കളഞ്ഞു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് റോവറിന്റെ ഡിഫൻഡേഴ്സിനൊക്കെ ഒരു 5 മുതൽ 6 ലക്ഷമൊക്കെ വില കുറയാൻ പോവാണ്. റേഞ്ച് റോവർ സ്പോട്ടൊക്കെ ആണെങ്കിൽ ഒരു 7 ലക്ഷമൊക്കെ നമുക്ക് വില കുറയും. അതുപോലെ BMW X7 റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഒരു 9 മുതൽ 10 ലക്ഷമൊക്കെ വില കുറയാൻ പോവാണ്. X5 ഒക്കെ ആണെങ്കിൽ ഒരു 7 ലക്ഷം. അങ്ങനെ നമുക്ക് നല്ലൊരു വിലക്കുറവ് തന്നെയാണ് എക്സ്ഷോറൂം പ്രൈസിൽ ഈ GST 2.0 പ്രകാരം റിഡക്ഷൻ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലക്ഷറി കാർ വാങ്ങാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു 22-ന് ശേഷം മാത്രം നിങ്ങൾ ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുതിയ നിങ്ങൾക്ക് റിഡക്ഷൻ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളോ അല്ല നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒരു ബ്രാൻഡ് ന്യൂ ലക്ഷറി കാർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. ഇപ്പോൾ GSTയുടെ റിഡക്ഷൻ കൂടാതെ തന്നെ നമുക്ക് ഇയർ എൻഡിംഗ് ഒക്കെ വരികയാണ്. നല്ലൊരു ഡീലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വണ്ടി ചെയ്തു തരാൻ പറ്റും. Okay, that's all.